നെക്സ്റ്റ് ഒരു ചലഞ്ച് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക് ചലഞ്ച്. ഇസ്ലാമിക് ചലഞ്ച് മുസ്ലിംസിനുള്ളതാണ് കേട്ടോ. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. കണ്ടവർ കാണാം, കണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വാട്സപ്പിലൊരു ഇത് വന്നതായിരുന്നു, ഒരു നോട്ട്സ് വന്നതായിരുന്നു. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളിപ്പോൾ ഡെയിലി ജീവിതത്തിൽ ഇതെങ്കിലും പതിവാക്കണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ പലപ്പോഴും പല ബിസി ആയിരിക്കും. സോ ബിസിയുടെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിൻ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് നിസ്കാരം, 5 വക്ത് നിസ്കാരം എന്നുള്ളത്. ബാക്കി പല കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ മരണം എപ്പോഴും സംഭവിക്കാം. അപ്പോൾ പെട്ടെന്നൊരു മരണം സംഭവിക്കാൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അള്ളാഹു മരിച്ചു കഴിഞ്ഞിട്ടും ഒരു 5 ദിവസം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ നോക്കുക, നമ്മളെ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അത് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ലൈഫിലൊരു പാട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാവും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. അതായത് നാം അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. സോ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ചലഞ്ച് ഉദ്ദേശിക്കുന്നത് എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതായത് 7 ഡേയ്സ് ആദ്യം ചെയ്യാം, പിന്നെ അത് 14 ഡേയ്സിലോട്ട് മാറ്റുക, അത് 21 ഡേയ്സിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ടോട്ടൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും പോയിന്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് പോയിന്റ്, അതായത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ 1 ഡേ ഇത്രയെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ അള്ളാഹുവിനെ ഞാൻ ഇത്രയെങ്കിലും സമയം ഓർത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 30 പോയിന്റ്സ് ആണ് ഞാൻ ഈ ഒരു ചലഞ്ചിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾ ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്കും ഇവർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കും ചെയ്താൽ എന്താ എന്നൊരു തോന്നലുണ്ടാവും. സോ ബാക്കിയുള്ളവർക്കും ഇതൊരു പ്രചോദനമാവും. അതുകൊണ്ടാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. ഞാനത് പറയാം. ഞാൻ ജസ്റ്റ് ഒരു നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചലഞ്ച്. ഇതുകൊണ്ട് ഞാൻ ചലഞ്ച് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റവും മുൻഗണന കൊടുത്തിട്ടുള്ളത് 5 വക്ത് നിസ്കാരമുള്ളത്. അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ ഈ 5 വക്ത് നിസ്കാരത്തിന് ഞാൻ ടോട്ടൽ 15 പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 30ൽ 15 പോയിന്റ്, പകുതി പോയിൻ്റ് നിസ്കാരത്തിന് കൊടുത്തിട്ടുള്ളത്. 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നിസ്കാരവും നിസ്കരിച്ചു എന്നതിനുള്ള ഇതാണ് 5 പോയിന്റ്. ഓരോ 5 വക്ത് നിസ്കാരം, സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഈ 5 വക്ത് നിസ്കാരങ്ങൾക്കും നമ്മൾ നിസ്കരിച്ചു. അതിനൊരു 5 പോയിന്റ് അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞാൽ ആദ്യ സമയത്ത് നിസ്കരിച്ചു. അതായത് ഓരോത്തിനും ആദ്യത്തെ സമയമുണ്ടല്ലോ. അതായത് ആദ്യ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത് വിത്തിൻ 1 ഹവർ, എക്സെപ്റ്റ് സുബ്ഹി ആൻഡ് മഗ്രിബ്. അത് രണ്ടും 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിസ്കരിക്കുക. ബാക്കി 3 നിസ്കാരവും വിത്തിൻ 1 ഹവർ നിസ്കരിക്കുക. അതാണ് ആദ്യ സമയം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ആദ്യ സമയത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. ഈവൻ അത് ജമാഅത്തോട് കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. നമ്മൾ ജമാഅത്തോട് കൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 27 ടൈംസ് അത് നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതായിരിക്കും 27 ടൈംസ് ബെനിഫിറ്റ്സ് ആണ്. സോ നമ്മൾ ജമാഅത്തെ നിസ്കരിക്കാൻ നോക്കുക. അതിപ്പോൾ എത്ര ദിവസം ജമാഅത്തെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകും. ഡ്യൂട്ടിയുടെ സമയത്ത് എല്ലാ സമയത്തും കൃത്യമായിട്ടുള്ള ആദ്യ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ, അതൊക്കെ ഡൗട്ട്ഫുള്ളാണ്. സോ ഞാൻ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. സോ അത് ഞാൻ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കും. ബട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. എല്ലാവരും കൊണ്ട് കഴിയുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർക്കൊക്കെ എന്തായാലും കഴിയും. നമ്മൾ ജോലി സമയങ്ങളിൽ ബിസി അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തുള്ള ഓരോ പോയിന്റ്, അതായത് നമ്മൾ ഒരു ദിവസം 5, അതായത് മിനിമം ഒരു 4 പേജസെങ്കിലും ഖുർആൻ ഓതുക. അതിൻ്റെ കൂടെ ഏറ്റവും നമ്മുടെ ഒരു ദിവസത്തിൽ ഏറ്റവും മോക്കതായ സുന്നത്ത്, അതായത് ഏറ്റവും പാരായണം ചെയ്യൽ സുന്നത്തായിട്ടുള്ള കുറച്ച് സൂറത്തുകളുണ്ട്. അതിലൊന്നാണ് യാസീൻ, മുൽക്ക്, വാഖിഅ, സജദ, പിന്നെ ഇഖ്ലാസ് ഒരു 10 പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയാൽ തന്നെ ഖുർആൻ ഫുൾ ഓതിയതിൻ്റെ കൂലിയാണ്. സോ 10 പ്രാവശ്യമെങ്കിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. പിന്നെ ഫത്തഹ് സൂറത്ത്, റഹ്മാൻ സൂറത്ത്. ഞാനിതിൽ ഓരോന്നിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ അടുത്ത വീഡിയോസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആരോടും ഞാൻ നിർബന്ധിച്ച് കാണാൻ പറയുന്നില്ല. ഞാനിതിൽ പ്രിഫർ ചെയ്യുന്നത് യാസീനും അതുപോലെ ഫത്തഹും റഹ്മാനും ആദ്യം ഇത് രാവിലെ ഓതാനും, ബാക്കിയുള്ള സജദ, വാഖിഅ, മുൽക്ക് രാത്രി ഓതാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഗ്‌രിബിൻ്റെ സമയത്ത് ഓതാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് കണ്ടിന്യൂ വേണമെങ്കിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ആക്കാം. തഹ്ലീൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 70,000 തഹ്ലീൽ നമ്മൾ ചൊല്ലാറുണ്ട്. അതിപ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ 70,000 ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. സോ ഒരു 100 തഹ്ലീലെങ്കിലും നമ്മൾ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അത് നമ്മളിപ്പോൾ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 2 വർഷം കൊണ്ടാണ് നമുക്കത് 70,000 തഹ്ലീൽ ചെല്ലാൻ പറ്റുന്നത്. സോ നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ സ്വലാത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. സ്വലാത്തിൽ 100 പ്രാവശ്യം ചൊല്ലുക. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. ആ ഒരു ദിക്ർ നമുക്ക് അത് ഈവനിംഗ് ആണല്ലോ, ഏറ്റവും മഗ്‌രിബിന് മുമ്പുള്ള ഒരു സമയമാണ് അധികം എല്ലാവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. അത് 100 പ്രാവശ്യം ചൊല്ലാൻ നോക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക മോർണിംഗും ഈവനിങ്ങും, അതായത് രാവിലെയും വൈകുന്നേരവും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നോക്കുക. അതിൽ 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നോക്കുക. പിന്നെയുള്ളത് നോമ്പ് നിങ്ങളുടെ ഇഷ്ടമാണ്. തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും പ്രിഫർ. അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ 3 ദിവസമെങ്കിലും നോമ്പ് നോൽക്കുക. അതാണ് സുന്നത്ത്. ഇതെല്ലാം ഞാൻ ശരിക്കും ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജിൽ കണ്ടതാണ്. സോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങളിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂലിയാണ്. ഈവൻ ആ ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അത് മിക്കവാറും അത് ഫോർവേഡ് ചെയ്ത ആൾക്കത് കൂലി എന്തായാലും കിട്ടുമല്ലോ. അതായത് നമ്മൾ ചെയ്തതിന് ബെനിഫിറ്റ് അത് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കും അതിലൊരു പാതി കിട്ടുമല്ലോ എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല. ഞാൻ ഏതൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും ഇതിൽ വീഡിയോയിലോ മറ്റേതിലോ പറയാൻ പോകുന്നില്ല. സോ അതിൽ എനിക്ക് എത്ര പോയിന്റ് കിട്ടി, 30 പോയിൻറ്റ്സ് ആണ്. 30 പോയിൻറ്റ്സ് ഒരിക്കലും ആകെ കിട്ടുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം. കാരണം ലാസ്റ്റ് 2 പോയിൻറ്റ്സ് ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലുള്ള നോമ്പിനാണ്. ബാക്കി 15 നിസ്കാരത്തിനും ബാക്കിയുള്ള സൂറത്തുകൾ ഓതുന്നതിന് അങ്ങനെ ടോട്ടൽ
13 സൂറത്ത്, സ്വലാത്ത്, തഹ്ലീൽ, അതിനൊക്കെയുള്ള ടോട്ടൽ 13 പോയിൻറ്റ്സ്. സോ ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് സ്വയം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നാമും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ ജസ്റ്റ് നമുക്ക് പോയിൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. കാരണം അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കാം. കാരണം ഇത് നമ്മൾ ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഴുതി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം കൂടുതൽ ചെയ്യാനാണ് തോന്നുന്നത്. അതായത് കൂടുതൽ പോയിന്റ് നമുക്ക് കിട്ടണം. അതായത് കൂടുതൽ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാകും. സോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരാൾ ഇപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പോയി ഇന്ന ദിവസം ഇത്രയാണ് ചൊല്ലി എന്ന് പറഞ്ഞാൽ, അല്ല ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഇത്ര പോയിൻറ്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും എനിക്ക് ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, സോ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും ശ്രമിച്ച് നോക്കും. സോ അത് ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാണ് അത് ചെയ്യാനുള്ള. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യണം എന്നൊരു തോന്നൽ എന്തായാലും ഒരാൾക്കെങ്കിലും വരും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതായത് ഇത്ര പോയിൻറ്റ്. കാരണം പോയിൻറ്റുകൾ ആരും ഇതിപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് ആരും അറിയാൻ പോകുന്നില്ല. ബട്ട് നമ്മളും അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ എത്ര പോയിൻറ്റ് ചെയ്തു എന്നാൽ അതിപ്പോൾ ഓരോ പ്രാവശ്യം ബാക്കിയുള്ളവർക്ക് എനിക്ക് അതിനേക്കാളും കൂടുതൽ ചെയ്യണം, ഇത് ഇത്ര 30 പോയിൻറ്റ്സ് കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഈവൻ എനിക്കുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. സോ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചലഞ്ചിലോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കാൻ നോക്കുക. അതാണ് ഈവൻ എനിക്കും ആഗ്രഹം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ചെയ്യാൻ നോക്കുക ഈ കാര്യങ്ങളൊക്കെ.